ഏറ്റവും സ്നേഹം നിറഞ്ഞ ബ്രിട്കോ&ബ്രിഡ്കോയുടെ സ്ഥാപക ഡയറക്ടർമാരെ, ബ്രിട്കോ&ബ്രിഡ്കോയുടെ 25ാം വാർഷികാഘോഷത്തിൽ എത്തിയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്കോയിൽ നിന്നും പഠനം പൂർത്തിയാക്കി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളായി അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും അത് ഫലവത്താകുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ ചടങ്ങിൽ നമ്മോടൊപ്പമുള്ള മാനേജിംഗ് ഡയറക്ടർ ബ്രിട്കോ ശ്രീ 𝗲𝗃𝗃, ചടങ്ങിൻ്റെ അധ്യക്ഷപദി അലങ്കരിക്കുന്ന ഡോക്ടർ ഹംസ, ശ്രീ സലാം മാസ്റ്റർ, ചടങ്ങിലുള്ള ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാപനം ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുകയും ആ മേഖലയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ധാരാളം പുതിയ തലമുറയുടെ ജോലി ഉറപ്പാക്കുകയും ചെയ്ത നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ബ്രിട്കോയുടെ പ്രവർത്തനങ്ങളെ ആദ്യമായി ശ്ലാഘിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് വലിയ സ്ഥാനമാണ് എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനം ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതെന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യം ഇന്ന് ഗവൺമെൻറ് കൂടി ചേർന്ന് അത് വിവിധ തലങ്ങളിൽ നടപ്പിലാക്കുകയാണ്. ലോകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി മേഖലയിൽ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ എത്തിപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 6 ലക്ഷത്തോളം പേരാണ് നമ്മുടെ സംസ്ഥാനത്തു നിന്നും ഈ മേഖലയിലേക്ക് കുടിയേറി. ഏറ്റവും പുതിയ കണക്കാണ്. അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഗുണഭോക്താക്കളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഈ സംസ്ഥാനത്ത് തന്നെ, കേരളത്തിൽ തന്നെ ഈ തൊഴിലിൻ്റെ സാധ്യത കൃത്യമായി അറിയുന്നവരാണ് നിങ്ങളൊക്കെ തന്നെ. ഇന്ത്യയിലെ ജനസംഖ്യ എന്നുള്ളത് ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്താണ്. ചൈന ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുകയാണ് ജനസംഖ്യയുടെ കണക്കിൽ. വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്ന പുതിയ ടെക്നോളജികൾ, ഈ ടെക്നോളജികളുടെ ഏറ്റവും വലിയ മാർക്കറ്റായി നമ്മുടെ രാജ്യം മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിദേശത്തുള്ള കമ്പനികളൊക്കെ തന്നെ കൂടുതൽ സംരംഭങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയും എത്തപ്പെട്ടുള്ളത്. ഇതിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെൻ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട്. അതൊരു വലിയ കണക്കാണ്.
നമ്മുടെ തൊഴിലാളികൾക്ക്, നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിലുള്ള പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള അവസരം കൂടി ഇന്ന് പല മേഖലയിൽ ലഭ്യമാണ്. ഈ മേഖലയിൽ നിന്നാണ് വിദേശ രാജ്യങ്ങൾ പോലും ഇപ്പോൾ നമ്മുടെ ആളുകളെ ഇഷ്ടപ്പെടാനും തൊഴിൽ അവർക്കുള്ള കൃത്യത, അതോടൊപ്പം തന്നെ പരസ്പരമുള്ള അവരുടെ ബഹുമാനം, ആദരവ്, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, ഇതൊക്കെയുള്ള വലിയൊരു വിഭാഗമാണ് നമ്മുടെ കേരളത്തിലെ തൊഴിൽ മേഖലയിലുള്ള ചെറുപ്പക്കാർ. ഇപ്പോൾ പലരും പറയും ഇന്ത്യയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെത്തുമ്പോൾ എത്ര മടിയന്മാരായാലും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടിപ്പോയാൽ, അവിടെ തൊഴിൽ ലഭിച്ചാൽ ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് സ്റ്റാഫാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടുകാരാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്തുക. 6 മാസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്നുള്ളൊരു സംഘം, അവിടുത്തെ സെനറ്റർമാർ കേരളം സന്ദർശിച്ചു. അവർ കേരളത്തിലെ നിയമ സംവിധാനവും നിയമസഭയും ഒക്കെ തന്നെ സന്ദർശിക്കാനാണ് അവർ ജർമ്മനിയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നേടിയ ഒരു കാര്യക്ഷമമായുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാനും ഒരു സംഘം അതിലുണ്ടായിരുന്നു. അവർ സന്ദർശിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ആശുപത്രികളൊക്കെ തന്നെയാണ് ആദ്യം സന്ദർശിച്ചത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അവർ ചർച്ചയ്ക്ക് തയ്യാറായി. 3 ദിവസത്തിനകം അവരുടെ സന്ദർശനം പൂർത്തിയാക്കുന്ന അവസാന ദിവസമായിരുന്നു മുഖ്യമന്ത്രികളുടെ ചർച്ച. അവരാദ്യം ആവശ്യപ്പെട്ടത് ആരോഗ്യ മേഖലയിൽ നിന്നുള്ള 3500 പാരാമെഡിക്കൽ സ്റ്റാഫിന് അവർക്ക് ആവശ്യമുണ്ടെന്ന്. നമ്മുടെ തന്നെ ഏജൻസി ആയിട്ടുള്ള കിൻഫ്ര അടക്കമുള്ള സംവിധാനങ്ങളിൽ അവരെ കൊണ്ടുപോവുകയുണ്ടായി. നമ്മുടെ തൊഴിൽ മേഖല കാണിച്ചു കൊടുക്കാനാണ്. കാരണം വ്യവസായ പാർക്കാണല്ലോ കിൻഫ്ര. പിന്നീട് അവർ പറഞ്ഞു പോയത് ജർമ്മനിയുടെ തൊഴിൽ വകുപ്പ് മന്ത്രി കേരളം സന്ദർശിക്കും അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ജർമ്മനിയുടെ തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിലെത്തി. അവർ പല കാറ്റഗറിയിലായി നിരവധി തൊഴിലാളികളെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ അവരാവശ്യപ്പെട്ടിരിക്കുകയാണ് ജർമ്മനി. യൂറോപ്യൻ രാജ്യങ്ങളിൽ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ അവരുടെ രാജ്യങ്ങൾ നൽകുകയാണ്. ഇതിനർത്ഥം കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു, ഏറ്റവും ക്വാളിറ്റിയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പാരാമെഡിക്കൽ വിഭാഗത്തെക്കുറിച്ചാണെങ്കിൽ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളതും നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ IT എഞ്ചിനീയേഴ്സ് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. അതാണ് ആദ്യം പറഞ്ഞ 6 ലക്ഷത്തിൻ്റെ കണക്കതാണ്. 3 വർഷത്തിൽ നിന്നും തൊഴിൽ മാത്രമല്ല മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 6 ലക്ഷം ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്രയും ആളുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പുതിയൊരു അവസരം തുറന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെയുള്ള IT സ്റ്റുഡൻസിനെയൊക്കെ തന്നെ ധാരാളം അവർക്ക് ആവശ്യമായി വന്നു. നല്ല രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുക. പലരും ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പുതിയ ടെക്നോളജിയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിനനുസൃതമായുള്ള കോഴ്സുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇന്ന് Britco&Bridco മൊബൈലുമായി ബന്ധപ്പെട്ട, സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ
റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും. ആ രംഗത്തുള്ളൊരു ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ ബ്രിഡ്കോ ആരംഭിക്കുമ്പോൾ അന്നിൽ പലരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു വിജയമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നോക്കൂ, അതിനുശേഷം വന്ന ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ബ്രിഡ്കോ ഒക്കെ വന്നതിന് ശേഷമാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ തന്നെ ഏറ്റവും അധികം വന്നത്. മുമ്പുണ്ടായിരുന്ന തൃശ്ശൂരിലൊരു എഞ്ചിനീയറിംഗ് കോളേജും നമ്മുടെ മുക്കത്തുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം. പിന്നെയാണ് സ്വാശ്രയ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ ടെക്നിക്കൽ കോളേജുകളൊക്കെ ആരംഭിച്ച് തിരൂരിലുണ്ടായിരുന്ന നമ്മുടെ SSM പോളിടെക്നിക്കായിരുന്നു. പക്ഷെ ഇന്ന് അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലേക്ക് നിങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്യാനും അവരെ പുതിയ സാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കാനും ശ്രമിക്കുന്നു. അതിൽ വിജയം കാണുന്നു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യം. എൻ്റെ ഒരു അഭിപ്രായം, ഒരു സ്വകാര്യ മേഖലയിൽ നിന്നും നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യങ്ങൾ, കേരളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖലയാണ് ടെക്നിക്കൽ കോളേജുകളുടെ പ്രോത്സാഹനം. അതിൽ വലിയ തോതിലുള്ള സഹായങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറി സർക്കാരിൻ്റെ നേരിട്ടുള്ള റെക്കഗ്നേഷൻ വാങ്ങി ഇതേ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ വിദേശ രാജ്യങ്ങൾ കുറേ കൂടി നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. അതിനുള്ള ശ്രമം ഉണ്ടാകണം. തീർച്ചയായും കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള പൂർണ്ണമായുള്ള പിന്തുണ വ്യവസായ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തരും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. കാരണം നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതാണ് കൂടുതൽ മെൻ പവർ ഉൽപ്പാദിപ്പിക്കുക. കാരണം വിദ്യാഭ്യാസം ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഏതൊരു വീടെടുത്താലും അവിടെ ഒരു PG ഒരു ഡിഗ്രിയോ ചെയ്യാത്ത കുട്ടികളുണ്ടാവില്ല. മുമ്പ് 5ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോകാൻ തന്നെ അനുവാദമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നേരെ കൃഷിസ്ഥലത്തേക്കോ മറ്റുള്ള എന്തെങ്കിലും ജോലി തേടി പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഏതറ്റം പേരെ പഠിപ്പിക്കാൻ കഴിയും അത്രയും പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ അതിനെ ഈ കോഴ്സിനെ തന്നെ മറ്റ് ടെക്നിക്കൽ കോഴ്സുകളായാലും PG ആയാലും ആ രീതിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള കപ്പാസിറ്റിയുള്ള ചെയർമാനും ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അംഗങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത് കാലം കൊണ്ട് നിങ്ങൾ തെളിയിച്ചതാണ്. അപ്പോൾ അതിലേക്ക് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 10ാം വാർഷികത്തിലാണ് ഞാൻ ഇതിലൊന്ന് ആദ്യം പങ്കെടുത്തതെന്ന് തോന്നുന്നു. 10ാമത്തെ വാർഷികത്തിൽ കോട്ടക്കലാണോ എനിക്കറിയില്ല, ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയായിരുന്നു, വിശേഷിച്ചൊക്കെ പുതിയ സെൻറ്ററുകൾ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മുന്നോട്ട് പോകാനുള്ള പുതിയ വഴികൾ പുതിയ മേഖലയിൽ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കി വലിയ തലങ്ങളിൽ എത്തിച്ചേർന്ന അലുമിനിയം സുഹൃത്തുക്കൾക്കും പുതിയ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.